ഹലോ, ഞാൻ ഡോക്ടർ ആഷ്നാസ് വെൽനസ് ക്ലിനിക്, കണ്ണൂർ, കൂത്തുപറമ്പ്. ഇപ്പോൾ കുറേയധികം ആളുകളുടെ ഇടയിൽ ഒരു ചർച്ചാ വിഷയമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഗ്ലൂട്ടാതയോൺ എന്നൊരു കാര്യം. ഗ്ലൂട്ടാതയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം വരിക വെളുക്കാനാണ് നമ്മൾ ഗ്ലൂട്ടാതയോൺ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളതാണ്. മാർക്കറ്റിലാണെങ്കിൽ ഇപ്പം ഗ്ലൂട്ടാതയോണിൻ്റെ ടാബ്ലറ്റ്സ് അവൈലബിൾ ആണ്, ഗ്ലൂട്ടാതയോണിൻ്റെ ക്രീംസ് അവൈലബിൾ ആണ്, ഗ്ലൂട്ടാതയോണിൻ്റെ ഇഞ്ചക്ഷൻ അവൈലബിൾ ആണ്. അങ്ങനെ പല ഫോമിൽ നമുക്ക് ഗ്ലൂട്ടാതയോൺ ഇപ്പം അവൈലബിലിറ്റി ഉണ്ട്. നിങ്ങൾക്കറിയാലോ, കുറേയധികം സെലിബ്രിറ്റീസ് അവരുടെ സ്കിൻ വൈറ്റനിങ്ങിനൊക്കെ വേണ്ടി, സ്കിന്നിൻ്റെ ഹെൽത്ത് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ റെഗുലറായിട്ട് ഗ്ലൂട്ടാതയോണിൻ്റെ ഇഞ്ചക്ഷൻ എടുക്കാറുണ്ട്. എൻ്റെ ക്ലിനിക്കിൽ വരുന്ന കുറേയധികം ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഈ ഗ്ലൂട്ടാതയോൺ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണോ, കഴിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടോ, അല്ലെങ്കിൽ ഇത് കഴിച്ചു കഴിഞ്ഞാൽ വെളുക്കുമോ, ഇങ്ങനെയുള്ള പല ഡൗട്ടുകൾ കുറേയധികം പേഷ്യൻസ് എന്നോട് ചോദിച്ചിട്ടുണ്ട്. ശരിക്കും ഈ ഗ്ലൂട്ടാതയോൺ എന്താണ്? ഈ ഗ്ലൂട്ടാതയോൺ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമായിട്ടുള്ള, നമ്മുടെ ശരീരത്തിന് ആരോഗ്യം നൽകുന്ന ഒരു വളരെ പ്രധാനമായിട്ടുള്ളൊരു കിങ് ഓഫ് ആൻറ്റി ഓക്സിഡൻ്റ് എന്ന് പറയാം. അതായത് പവർഫുൾ ആയിട്ടുള്ളൊരു, ശരീരത്തിൽ തന്നെ നാച്ചുറലി ഉണ്ടാക്കുന്ന ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ഈ ഗ്ലൂട്ടാതയോൺ എന്ന് പറയുന്നത്. ഈ ഗ്ലൂട്ടാതയോൺ നമ്മുടെ ബോഡിയിൽ, നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട്, അതായത് ഇപ്പം നമ്മുടെ ശരീരത്തിൽ ഹെവി മെറ്റൽസ് എന്തെങ്കിലും ഉള്ളിൽ ചെല്ലുവാണെങ്കിൽ അതിനെ ശുദ്ധീകരിച്ച് കളയാൻ വേണ്ടിയിട്ട് ഈ ഗ്ലൂട്ടാതയോൺ നല്ലപോലെ സഹായിക്കും. അതുപോലെ നമ്മുടെ ശരീരത്തിൽ ഹാനികരമായിട്ടുള്ള ഈ ഫ്രീ റാഡിക്കൽ, അതുകൊണ്ട് ഉണ്ടാവുന്ന ഡാമേജുകൾ വരെ ഈ ഒരു ഗ്ലൂട്ടാതയോൺ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അത്രയും സ്ട്രോങ് ആണ്, അത്രയും എഫക്റ്റീവാണ് ഈ ഗ്ലൂട്ടാതയോൺ നമ്മുടെ ശരീരത്തിന്. ഈ ഗ്ലൂട്ടാതയോൺ 3 അമിനോ ആസിഡ് ആയിട്ടുള്ള പ്രോട്ടീൻസിനെ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഗ്ലൈസിൻ, സിസ്റ്റൈൻ, ഗ്ലൂട്ടാമേറ്റ്. ഈ 3 പ്രോട്ടീൻസിനെ കൊണ്ടാണ്, അമിനോ ആസിഡിനെ കൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ ഗ്ലൂട്ടാതയോൺ നിർമ്മിച്ചിരിക്കുന്നത്. അതിപ്പോൾ ഇത് ഗ്ലൂട്ടാതയോൺ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലിവറിലാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ലിവറിൽ വെച്ചിട്ടുണ്ടാവുന്ന ഗ്ലൂട്ടാതയോൺ നമ്മളെ ബോഡിയിലെ പല കാര്യങ്ങളും ശ്രദ്ധിക്കുന്നതിനും അതുപോലെ പല പ്രശ്നങ്ങളിൽ നിന്നും നമ്മുടെ ശരീരത്തിനെ ഒഴിവാക്കുന്നതിനും വളരെ ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു ന്യൂട്രീഷനാണ് ഗ്ലൂട്ടാതയോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്ലൂട്ടാതയോൺ ശരിക്കും പ്രായം കൂടുന്തോറും നമ്മുടെ ശരീരത്തിൽ ഗ്ലൂട്ടാതയോണിൻ്റെ അളവ് കുറഞ്ഞ് വരാൻ തുടങ്ങും. ഇത് ശരിക്കും നമ്മളെ സ്കിന്നിനെ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒന്നാണ് ഈ ഗ്ലൂട്ടാതയോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രായം കൂടുന്തോറും ഗ്ലൂട്ടാതയോൺ കുറയുന്നത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചർ മാറാനൊക്കെ തുടങ്ങും. അതായത് ഈ സ്കിന്നൊക്കെ ഇങ്ങനെ ചുളിയാൻ തുടങ്ങുന്നുണ്ട്. പിഗ്മെൻറ്റേഷൻ നിങ്ങൾ ശ്രദ്ധിക്കുകയുള്ളൂ, പണ്ടത്തെ അതേ ഒരു നമ്മുടെ സ്കിൻ കളർ ആയിരിക്കില്ല പിന്നീട് പ്രായം കൂടുന്തോറും നമ്മുടെ സ്കിന്നിലുണ്ടാവുന്നത്. അതുപോലെ പെട്ടെന്ന് സ്കിന്നിൽ ഡാമേജുകളും അലർജി കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരും. അതായത് നമ്മളെ സ്കിന്നിന് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഗ്ലൂട്ടാതയോൺ പ്രായം കൂടുന്തോറും നമ്മളെ ബോഡിയിൽ ലഭിക്കുന്നില്ല, അങ്ങനൊരു സ്റ്റേജിലായിട്ടാണ് വരിക. പക്ഷേ ഇപ്പോൾ ഉള്ള ചില സാഹചര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ, നമ്മുടെ ഒരു ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഗ്ലൂട്ടാതയോൺ, ഇപ്പോൾ നോർമൽ അഡൾട്ടായിട്ടുള്ള ആൾക്കാരിൽ വരെ ഗ്ലൂട്ടാതയോൺ പതുക്കെ കുറയാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഈ ഗ്ലൂട്ടാതയോൺ നമ്മളെ ബോഡിയിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരിയധികം ബുദ്ധിമുട്ടുകൾ നമ്മൾക്ക് ഫേസ് ചെയ്യാൻ തുടങ്ങും. അതിൽ ഏറ്റവും കൂടുതൽ വരുന്നൊരു ബുദ്ധിമുട്ടാണ് ഉറക്കത്തിലുണ്ടാവുന്ന ഡിസ്റ്റർബൻസ്. നമുക്ക് എപ്പോഴും ഉറക്കം ഒരു ഡീപ്പായിട്ട് നമുക്ക് ലഭിക്കില്ല ഗ്ലൂട്ടാതയോൺ നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ നമുക്ക് എപ്പോഴും ക്ഷീണം, വലിയ രീതിയിൽ ക്ഷീണം ഉണ്ടാവാൻ തുടങ്ങും. ഒന്നും ചെയ്യാനുള്ള ഒരു എനർജി നമുക്ക് ഉണ്ടാവില്ല. എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ക്ഷീണം വന്നിട്ട് നമുക്കൊന്ന് കിടക്കണം, അങ്ങനെയുള്ളൊരു ഫീലായിരിക്കും എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുക. പിന്നെ ഉണ്ടാവുന്ന ഇതാണ് ബ്രെയിൻ ഫോഗ് എന്ന് പറയും. അതായത് നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാലും നമുക്ക് എന്താ പറയുക, പഴയതൊന്നും ഓർത്തെടുക്കാൻ പറ്റുന്നില്ല, ചിന്തകളൊക്കെ വളരെ സ്ലോ ആണ്, അങ്ങോട്ട് ക്ലിയർ ആവുന്നില്ല. അതുപോലൊരു നമ്മളെ തോട്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ഈ ഗ്ലൂട്ടാതയോൺ കണക്ട് ചെയ്തിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഗ്ലൂട്ടാതയോൺ കുറഞ്ഞിരിക്കുന്നവർക്കാണ് എപ്പോഴും ഒരു ചിന്തകൾക്കൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ടുകൾ കൂടുതലായിട്ട് കാണുന്നത്. പിന്നെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് മൂഡ് സ്വിങ്സ് ആണ്. നമുക്ക് ഡിപ്രഷൻ ഉണ്ടാവും, ആങ്സൈറ്റി പോലത്തുള്ള മൂഡ് ഒരു സ്റ്റെബിലൈസ് ആയിട്ട് ഇത് നിൽക്കുന്നത്, മാനസികപരമായിട്ട് എപ്പോഴും നമുക്ക് ഇങ്ങനെയുള്ള അസ്വസ്ഥതകൾ, എപ്പോഴും ഇറിറ്റേഷൻ എപ്പോഴും ഫീൽ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൂട്ടാതയോൺ നമ്മളെ ബോഡിയിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ. ഗ്ലൂട്ടാതയോൺ കുറയാൻ വേണ്ടി കുറേ കാര്യങ്ങളുണ്ട്. നമ്മളെ ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ തന്നെയാണ് ഗ്ലൂട്ടാതയോൺ നമ്മളെ ബോഡിയിൽ നാച്ചുറലി കുറയുന്നത്. അതിൽ ചില കാരണങ്ങളാണ് നമ്മളിപ്പോൾ മദ്യപാനം. കുറേ ആളുകൾ നല്ലപോലെ മദ്യപാനിക്കുന്നുണ്ട്. അതായത് ക്രോണിക്കായിട്ട് ഇങ്ങനെ കുറേ വർഷങ്ങളായിട്ട് ദിവസവും നമ്മളിങ്ങനെ മദ്യപിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഗ്ലൂട്ടാതയോണിൻ്റെ പ്രൊഡക്ഷൻ നാച്ചുറലി കുറയാൻ തുടങ്ങും.
ലിവറിൽ വെച്ചിട്ടാണല്ലോ ഈ ഗ്ലൂട്ടാത്തൈൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലിവറിനെ ഫസ്റ്റ് എഫക്റ്റ് ചെയ്യും. നമ്മൾ ഈ ആൽക്കഹോൾ കഴിക്കുമ്പോൾ ലിവറിൻ്റെ പ്രശ്നങ്ങളൊക്കെ കൂടുതലായിട്ട് വരുമല്ലോ. അങ്ങനെയുള്ളവർക്ക് ഗ്ലൂട്ടാത്തൈൻ നാച്ചുറലി ബോഡിയിൽ കുറയാൻ തുടങ്ങും. പിന്നെ ഈ ലോ കലോറി അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നവർക്ക് ഗ്ലൂട്ടാത്തൈൻ ശരീരത്തിൽ ഉണ്ടാവുന്നത് കുറഞ്ഞിട്ടാണ് ഉണ്ടാകുക. അതുപോലെ നമ്മൾ ഈ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ വളരെ ചുരുക്കം അളവിൽ മാത്രമാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ ആ ഒരു കാര്യം കൊണ്ട് നമ്മുടെ ശരീരത്തിലെ ഗ്ലൂട്ടാത്തൈൻ്റെ പ്രൊഡക്ഷൻ കുറയാൻ തുടങ്ങും. പൊതുവേ ഈ വെജിറ്റേറിയൻസ് ആൾക്കാർക്ക് ഗ്ലൂട്ടാത്തൈൻ്റെ പ്രൊഡക്ഷൻ കുറവായിരിക്കും. കാരണം പ്രോട്ടീൻ വിചാരിച്ച രീതിയിൽ നമുക്ക് ലഭിക്കാത്തത് കൊണ്ട് ഗ്ലൂട്ടാത്തൈൻ നാച്ചുറലി ഉണ്ടാവുന്നത് കുറഞ്ഞു വരും. അതുപോലെ ഇപ്പം നോൺ വെജിറ്റേറിയൻസ് ആയാൽ പോലും നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ഡെയിലി റിക്വയർമെൻറ്റ് കണക്കിന് പ്രോട്ടീൻ കഴിച്ചിട്ടില്ലെങ്കിലും ഗ്ലൂട്ടാത്തൈൻ ശരീരത്തിൽ നാച്ചുറലി കുറയാൻ തുടങ്ങും. അപ്പം നമുക്ക് ഗ്ലൂട്ടാത്തൈൻ നമ്മുടെ ബോഡിയിൽ എങ്ങനെ നാച്ചുറലി നമുക്ക് കൊണ്ടുവരാം, സപ്ലിമെൻറ്റ്സ് ഒന്നും ഇല്ലാതെ എങ്ങനെ നമുക്ക് നമ്മുടെ ഗ്ലൂട്ടാത്തൈൻ നമുക്ക് ശരീരത്തിൽ കൂടി നമ്മുടെ ആ ഒരു ആരോഗ്യം നിലനിർത്താനുള്ള ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് നമുക്ക് ഉണ്ടാക്കാം എന്നുള്ളൊരു കാര്യം നോക്കാം. അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആദ്യം തന്നെ ഭക്ഷണത്തിലുണ്ടാകുന്ന മാറ്റങ്ങളാണ്. അതായത് നമ്മൾ ഗ്ലൈസിൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നന്നായിട്ട് ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. അതായത് മെയിൻലി നോൺ വെജ്, റെഡ് മീറ്റ്, ചിക്കൻ, പിന്നെ ഈ തൊലിയോട് കൂടിയുള്ള ചില മീനുകൾ, അതായത് നങ്ക്, ചൂര, ഇങ്ങനെയുള്ള തൊലിയോട് കൂടിയുള്ള മീനുകളൊക്കെ നമ്മൾ കഴിക്കുവാണെങ്കിൽ ഗ്ലൈസിൻ എന്ന് പറയുന്ന ഒരു കോമ്പണൻറ്റ് നമുക്ക് ലഭിക്കാൻ തുടങ്ങും. ചിക്കൻ സൂപ്പൊക്കെ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ഗ്ലൈസിൻ എന്ന് പറയുന്ന ഒരു ഈ ഫുഡിൽ അടങ്ങിയ ഗ്ലൈസിൻ്റെ സപ്പോർട്ടോട് കൂടി ഗ്ലൂട്ടാത്തൈൻ നാച്ചുറലി ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. പിന്നെ നമ്മൾ ഉൾപ്പെടുത്തേണ്ടതാണ് വിറ്റാമിൻ ബി കോംപ്ലക്സ്, അതായത് വിറ്റാമിൻ B12ഉം ഫോളേറ്റും. ഇത് രണ്ടും നമ്മളെ ശരീരത്തിൽ ഗ്ലൂട്ടാത്തൈൻ്റെ പ്രൊഡക്ഷന് വളരെ നല്ലതാണ്. അപ്പോൾ B12 യൂഷ്വലി വെജിറ്റേറിയൻ ആൾക്കാർക്ക് എപ്പോഴും കുറവായിരിക്കും. കാരണം B12 നമുക്ക് കൂടുതൽ ലഭിക്കുന്നത് നോൺ വെജ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ്. മുട്ട, ചിക്കൻ, മീനുകൾ, ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളിൽ നിന്നാണ് നമുക്ക് B12 ലഭിക്കുക. അപ്പോൾ B12 നന്നായിട്ട് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നമുക്ക് ഗ്ലൂട്ടാത്തൈൻ നാച്ചുറലി ബോഡിയിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ്. അതുപോലെ നമ്മൾ ഈ ഫോളേറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, ഫോളേറ്റും നോൺ വെജിൽ അടങ്ങിയിട്ടുണ്ട്, പക്ഷേ ഏറ്റവും നന്നായിട്ട് അടങ്ങിയിരിക്കുന്നത് ഗ്രീൻ ലീഫി ആയിട്ടുള്ള വെജിറ്റബിൾസിലാണ്. അപ്പോൾ ഈ ഭക്ഷണങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തുവാണെങ്കിൽ നമുക്ക് ഗ്ലൂട്ടാത്തൈൻ പതുക്കെ നമ്മുടെ ബോഡിയിൽ കൂടാൻ തുടങ്ങും. പിന്നെ ഈ ഗ്ലൂട്ടാത്തൈൻ പ്രൊഡക്ഷനെ ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്ന ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ സി. അപ്പോൾ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ഡെയിലി ഉൾപ്പെടുത്തുക. അതായത് ഫ്രൂട്ട്സും വെജിറ്റബിൾസ്, ഫ്രൂട്ട്സിലൊക്കെ ആണെങ്കിൽ പപ്പായ, പേരക്ക, ഓറഞ്ച്, മുസമ്പി, ഇങ്ങനെയുള്ള വൈറ്റമിൻ സി ആയിട്ടുള്ള ഫ്രൂട്ട്സും, പിന്നെ വെജിറ്റബിൾസിലാണ് കേബേജ്, ബ്രൊക്കോളി, ടൊമാറ്റോ, സ്പിനാച്ച്, ക്യാപ്സിക്കം, ഇതിലൊക്കെ നല്ലപോലെ വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. അപ്പം ഈ ഭക്ഷണങ്ങൾ കഴിക്കുവാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഗ്ലൂട്ടാത്തൈൻ പതുക്കെ കൂടാൻ തുടങ്ങും. പിന്നെ നമ്മൾ മേജറായിക്കൊണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഉറക്കം. ഉറക്കം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ശരീരത്തെ ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത് നല്ല ഉറക്കം ഉണ്ടാകുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പം ശരിയായ രീതിയിൽ ഒരു 6 മണിക്കൂർ തൊട്ട് 8 മണിക്കൂറോളം വരെ ഉറങ്ങുന്ന ഒരു വ്യക്തിക്ക് എപ്പോഴും ഗ്ലൂട്ടാത്തൈൻ്റെ പ്രൊഡക്ഷൻ നോർമലായിട്ടുണ്ടാകും. ഉറക്കം കുറയുന്നൊരു വ്യക്തിക്ക് ശരീരത്തിൽ സ്ട്രെസ്സ് കയറാൻ തുടങ്ങും. ഈ സ്ട്രെസ്സ് കാരണം നമ്മുടെ ശരീരത്തിൽ ഗ്ലൂട്ടാത്തൈൻ നാച്ചുറലി കുറയാൻ തുടങ്ങുമ്പോഴാണ് ഈ ഗ്ലൂട്ടാത്തൈൻ കുറയുന്നതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പിന്നീട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവാൻ തുടങ്ങുന്നത്. അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞു പ്രോട്ടീൻ കൊണ്ടാണ്, പ്രോട്ടീനിൻ്റെ സപ്പോർട്ടോട് കൂടിയാണ് നമ്മളെ ബോഡിയിൽ ഗ്ലൂട്ടാത്തൈൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ദിവസവും പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള എല്ലാ ഭക്ഷണങ്ങളും നമ്മൾ കഴിക്കുക. നോൺ വെജ് ആയാലും നട്ട്സ് ആയാലും പയറ് പരിപ്പ് വർഗ്ഗങ്ങളായാലും ഇതൊക്കെ നമ്മൾ ദിവസവും ഉൾപ്പെടുത്തുവാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ശരീരത്തിന് സഹായിക്കുന്ന ഗ്ലൂട്ടാത്തൈൻ നമുക്ക് നാച്ചുറലി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ലോ കലോറി ഭക്ഷണങ്ങൾ കഴിക്കുന്നവർക്ക് കൂടുതലായിട്ട് ഗ്ലൂട്ടാത്തൈൻ കുറയാൻ തുടങ്ങും. അപ്പോൾ ലോ കലോറി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കാർബോഹൈഡ്രേറ്റ്, അന്നജം, നമ്മുടെ ശരീരത്തിന് ശരിക്കും അന്നജം അത്യാവശ്യമാണ്. നമ്മുടെ ശരീരത്തിൻ്റെ എനർജി പ്രൊഡക്ഷന് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് അന്നജം. അപ്പം ചിലവർ ഒട്ടും തന്നെ ഈ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ ഒട്ടും കഴിക്കില്ല, 0 കലോറി ആയിരിക്കും. അങ്ങനെയുള്ളവർക്ക് എപ്പോഴും ഗ്ലൂട്ടാത്തൈൻ ബോഡിയിൽ കുറയും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഗ്ലൂക്കോസ് അടങ്ങിയ ഈ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ഗ്ലൂക്കോസ് ആയിട്ടാണല്ലോ നമ്മുടെ ശരീരത്തിലെത്തുക. ഇത് നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ്റെ അളവ് കൂട്ടാൻ തുടങ്ങും. അപ്പോൾ ഈ ഇൻസുലിൻ വേണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അമിനോ ആസിഡിനെ ബോഡിയിലോട്ടേക്ക് വലിച്ചെടുക്കാനായിട്ട്. അമിനോ ആസിഡ് ബോഡിയിലേക്ക് വലിച്ചെടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഗ്ലൂട്ടാത്തയോൺ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങുള്ളൂ. അപ്പോൾ
ശരിക്കും നമ്മൾ 0 കലോറി ആയിട്ട് ഒരിക്കലും ഫോക്കസ് ചെയ്യരുത്. ചെറിയ തോതിലെങ്കിലും നമ്മൾ ദിവസവും നമ്മുടെ ഭക്ഷണത്തിൽ കലോറി അടങ്ങിയിട്ടുള്ള അന്നജം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, അതായത് തവിടോട് കൂടിയുള്ള ധാന്യങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുക. ഓട്സ്, റോൾഡ് ഓട്സ്, സ്റ്റീൽ കട്ട് ഓട്സ്, തവിടോട് കൂടിയുള്ള മില്ലറ്റുകൾ, ഇതൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് പതുക്കനെ നമ്മളെ ഗ്ലൂട്ടാത്തയോൺ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കാര്യം, ചിലവർ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യും, പക്ഷെ ഓവറായിട്ട് എക്സസൈസ് ചെയ്യും. അതായത് നമ്മൾ ശരീരത്തിന് ആവശ്യത്തിനേക്കാളും നമ്മൾ എക്സോസ്റ്റ് ആവുന്ന രീതിയിൽ എക്സസൈസ് ചെയ്യും. അങ്ങനെയുള്ളവർക്ക് ഗ്ലൂട്ടാത്തയോൺ എപ്പോഴും കുറഞ്ഞിട്ടാണ് ഉണ്ടാകുക. അതായത് ഓവറായിട്ട് എക്സസൈസ് ചെയ്യുന്നവർക്ക് ഗ്ലൂട്ടാത്തയോൺ ബോഡിയിൽ കുറയും. അപ്പം നമ്മൾ ഒരിക്കലും ദിവസവും നമ്മൾ നോർമലി ഒരു 1 hour ഒക്കെ നമ്മൾ നടക്കാൻ വേണ്ടി പോവുക. വീക്ക്ലി ഒരു 2 തവണയൊക്കെ നമ്മൾ ഹെവി ആയിട്ടുള്ള വർക്കൗട്ട് ചെയ്യുക. ഇങ്ങനെ ബാലൻസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഗ്ലൂട്ടാത്തയോണിൻ്റെ ലെവൽ ബോഡിയിൽ നോർമലായിട്ടാണ് ഉണ്ടാകുക. പിന്നെ നമ്മൾ ഉൾപ്പെടുത്തുക, നമ്മൾ ക്രൂസിഫറസ് ആയിട്ടുള്ള ചില വെജിറ്റബിൾസ് ഉണ്ട്. കോളിഫ്ലവർ, ബ്രൊക്കോളി, പിന്നെ കാബേജ്, ഇങ്ങനെയുള്ള വെജിറ്റബിൾസ് നമ്മൾ ഉൾപ്പെടുത്തുന്നതാണെങ്കിൽ നമുക്ക് ഗ്ലൂട്ടാത്തയോൺ നമ്മുടെ ബോഡിയിൽ പതുക്കനെ കൂടാൻ തുടങ്ങും. പിന്നെ ശ്രദ്ധിക്കേണ്ടതാണ് ഷെൽഫിഷ്, ഞണ്ട്, കക്ക, ഇതിലൊക്കെ സിങ്ക്, സെലീനിയം പോലുള്ള മിനറൽസ് അടങ്ങിയിട്ടുണ്ട്. ഈ മിനറൽസ് നല്ല പോലെ നമ്മുടെ ബോഡിയിൽ ഗ്ലൂട്ടാത്തയോണിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് സഹായിക്കും. അതുപോലെ നട്ട്സ്, സിങ്ക് ആണെങ്കിൽ നമുക്ക് പംകിൻ സീഡ് കഴിക്കാം. സെലീനിയം ലഭിക്കാനായിട്ട് നമുക്ക് സൺഫ്ലവറിൻ്റെ സീഡ് കഴിക്കാം. അപ്പോൾ ഈ പറയുന്ന ഈ ഷെൽഫിഷും ഈ നട്ട്സുകളൊക്കെ ഉൾപ്പെടുത്തുവാണെങ്കിൽ സിങ്കും സെലീനിയവും നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. ഈ സിങ്ക്, സെലീനിയവും നമ്മുടെ ശരീരത്തിൽ ലഭിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവരുടെ സപ്പോർട്ടോട് കൂടി നമുക്ക് ശരീരത്തിൽ ഗ്ലൂട്ടാത്തയോണിൻ്റെ പ്രൊഡക്ഷൻ കൂടാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ഇത്രയും ഫുഡുകളാണ് ശരിക്കും നമുക്ക് ഗ്ലൂട്ടാത്തയോൺ നമ്മുടെ ബോഡിയിൽ നാച്ചുറലി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. എന്നിട്ടും നിങ്ങൾക്ക് ഈ ശരിക്കും ഗ്ലൂട്ടാത്തയോൺ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടും ശരീരത്തിലെ മറ്റ് പല വലിയ വലിയ ആരോഗ്യ പ്രശ്നങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും ലിവറിൻ്റെ ഹെൽത്ത് നിലനിർത്താൻ വേണ്ടിയിട്ടും നമ്മുടെ ശരീരത്തിൻ്റെ മൊത്തത്തിൽ ഇമ്മ്യൂൺ സിസ്റ്റം ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ന്യൂട്രീഷനാണ് ഗ്ലൂട്ടാത്തയോൺ എന്ന് പറയുന്നത്. അപ്പം ഈ പറയുന്ന ഫുഡുകളൊക്കെ നിങ്ങൾ ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അതുകൊണ്ടാണ് ഗ്ലൂട്ടാത്തയോൺ നമ്മൾ ഈ ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന ഈ പറഞ്ഞ ഫുഡുകളൊന്നും നമ്മൾ ഉൾപ്പെടുത്താതിരിക്കുമ്പോൾ നമുക്ക് ക്ഷീണം വരുന്നത്, ഉറക്കത്തിൽ ബുദ്ധിമുട്ട് വരുന്നത്, മാനസികപരമായിട്ടുള്ള പിരിമുറുക്കങ്ങൾ, ഡിപ്രഷൻ, ആങ്സൈറ്റി പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഭക്ഷണങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ഗ്ലൂട്ടാത്തയോണിൻ്റെ ലെവൽ നമ്മുടെ ബ്ലഡിൽ നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാനും പറ്റും. കുറേയധികം ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാനും പറ്റും. പിഗ്മെൻറ്റേഷൻ, ചിലർക്ക് ഗ്ലൂട്ടാത്തയോണൊക്കെ ബോഡിയിൽ കുറയുമ്പം ഈ സ്കിന്നൊക്കെ അങ്ങോട്ട് ഡള്ളാവാൻ തുടങ്ങും. പിഗ്മെൻറ്റേഷൻ, ഡാർക്ക് പിഗ്മെൻറ്റേഷനൊക്കെ നമ്മുടെ ബോഡിയിൽ വരാൻ തുടങ്ങും. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ സ്കിന്നിൽ ലൈറ്റായിട്ടുള്ള ചേഞ്ചസ് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യാൻ തുടങ്ങും. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്തൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ.